രമേശ് ചെന്നിത്തല പ്രസക്തി കൂട്ടിയിട്ടുണ്ട്. ഭൂരിപക്ഷ വിഭാഗത്തിൽ നിന്ന് 2 സമുദായ നേതാക്കളും ആ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല എന്നുള്ളതാണ്. ഈ 11 വർഷത്തെ പിണക്കം മാറ്റുന്നു NSS എന്നുള്ളൊരു വാർത്ത വരുന്നത് ആ സമയത്ത് തന്നെയാണ്. നേരത്തെ പറഞ്ഞ മാരാമൺ കൺവെൻഷൻ്റെ വാർത്ത പത്രത്തിൽ വരുന്ന അതേ ദിവസം തന്നെ ഈ വാർത്ത കൂടി ഒരുമിച്ച് വരുന്നു. മാത്രമല്ല ഇന്നിപ്പോൾ ഈ ശിവഗിരി തീർത്ഥാടന പദയാത്ര സമ്മേളനം ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുന്നെന്ന വാർത്ത നമ്മളാണ് രാവിലെ അത് ബ്രേക്ക് ചെയ്തത്. അതിന് തൊട്ട് പിന്നാലെ വെള്ളാപ്പള്ളിയുടെ പ്രതികരണം വരുന്നു. വെള്ളാപ്പള്ളി പ്രതികരിക്കുമ്പോൾ യോഗ്യൻ രമേശ് ചെന്നിത്തലയാണെന്നും അപ്പുറത്തെ വി ഡി സതീശൻ യോഗ്യനല്ല എന്നുകൂടി പറയുന്നു, കുറച്ചുകൂടി തെളിച്ചു പറയുന്നു. അപ്പോൾ ഞങ്ങൾക്ക് 2 കൂട്ടർക്കും സ്വീകാര്യനല്ല വി ഡി സതീശൻ എന്ന് 2 പേരും പറയുന്ന രൂപത്തിലേക്ക് അത് മാറിയിരിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളാൽ ഭിന്നിച്ച് നിൽക്കുന്ന SNDP യോഗവും NSSും വി ഡി സതീശനെ എതിർക്കുന്നതിൽ ഒരുമിച്ചോ എന്നൊരു ചോദ്യം അവിടെയുണ്ട്. ആ ഒരുമിക്കൽ കോൺഗ്രസ് എത്രത്തോളം ഗൗരവത്തിലെടുക്കുന്നു? സമുദായ സംഘടനാ നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങാത്ത ഒരു സമീപനം ഏതെങ്കിലും കാലത്ത് കോൺഗ്രസിന് എടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിപ്പോൾ ഇനിയും 1 വർഷമുണ്ട്. 2025 ആയിട്ടില്ല. അതിനു മുമ്പ് 26 തെരഞ്ഞെടുപ്പിന് മുന്നിലുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഏത് നായർ വേണം എന്ന് NSS തീരുമാനിക്കുമെന്നതിലേക്ക് ഒക്കെ വരികയാണ്. അവിടെയാണ് താൻ വളരെ സെക്കുലറായ നേതാവാണ് എന്ന് നേരത്തെ രമേശ് ചെന്നിത്തല വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ 2013 പറഞ്ഞ ആ വരികൾ പ്രസക്തമാകുന്ന തൻ്റെ സെക്കുലർ ക്രെഡൻഷ്യൽസ് തകർക്കാനുള്ള ഗൂഢാലോചന എന്നാണ് NSSൻ്റെ പ്രതികരണത്തെ അദ്ദേഹം വിശദീകരിച്ചത്. കാരണം അദ്ദേഹം വലിയ പ്രതിരോധത്തിലായിരുന്നു. അദ്ദേഹത്തെ സംഗീതല എന്ന് വരെ വിളിക്കുന്ന രൂപത്തിലേക്കൊക്കെ മാറുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ രൂപത്തിൽ അദ്ദേഹം വല്ലാതെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് സുകുമാരൻ നായരുടെ പ്രസംഗം താക്കോൽ സ്ഥാനത്ത് കൊണ്ടുവരാൻ KPCC പ്രസിഡന്റ് ആരായാലും ശരി താക്കോൽ സ്ഥാനത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചില്ലെങ്കിൽ അധികകാലം നിങ്ങൾക്ക് തുടരാൻ ജനം അനുമതി നൽകില്ല. ഭൂരിപക്ഷം പ്രത്യേകിച്ചും ന്യൂനപക്ഷത്തിൻ്റെ ചേരിതിരിഞ്ഞുള്ള പ്രവർത്തനത്തിന് കുടപിടിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനം നടക്കില്ല എന്ന വെല്ലുവിളിച്ചാണ് അന്ന് പ്രസംഗിച്ചിരുന്നത്. ആ പ്രസംഗത്തിന് പിന്നാലെ ആണ് പിന്നീട് രമേശ് ചെന്നിത്തലയ്ക്ക് ചില പ്രതികരണങ്ങൾ നടത്തേണ്ടി വന്നത്. പിന്നെ കാലം മാറി അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ലഭിക്കുന്ന കാര്യങ്ങളിലേക്ക് വന്നു. ഇന്നിപ്പോൾ ഒരു 5ാം മന്ത്രിസ്ഥാനം എന്നുള്ളൊരു ചർച്ചയുണ്ടാവുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് അത് ഏത് രൂപത്തിൽ പൊട്ടിത്തെറിയാകും? അന്ന് വലിയ ധ്രുവീകരണം ഉണ്ടാക്കിയ കാര്യമാണ്. അന്ന് ലീഗിന് ശക്തമായ നിലപാടെടുത്ത് അവരുടെ ഒരു സമ്മർദ്ദം അത് വിജയിപ്പിക്കാനായി. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇന്നേക്ക് വരുമ്പോൾ ഏത് സമ്മർദ്ദമാണ് വിജയിക്കുക എന്നൊരു ചോദ്യം കൂടി അവിടെ നിൽക്കുന്നു. ഇനി സ്വീകാര്യതയുടെ കാര്യത്തിൽ ഇപ്പോൾ കുറച്ചു കാലമായി രമേശ് ചെന്നിത്തല നമുക്കറിയാം പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ എത്തിയ ഘട്ടത്തിൽ തന്നെ ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന് സംശയിക്കുന്ന രൂപത്തിലേക്ക് ഒരേ സമയം വാർത്താ സമ്മേളനങ്ങൾ ഒരേ സമയം ആരാദ്യം പറയുമെന്ന മട്ടിൽ ഒരു കാലം അതുണ്ടായിരുന്നു. കുറച്ച് മാസങ്ങൾ അത് തുടർന്നു. പിന്നീട് രമേശ് ചെന്നിത്തല പിൻവാങ്ങി. ഇപ്പോൾ വീണ്ടും അദ്ദേഹം എത്തുന്നുണ്ട്. ഒരു 5-8 വാർത്താ സമ്മേളനങ്ങൾ ഇതിനകം തന്നെ കഴിഞ്ഞിരിക്കുന്നു. മണിയാർ വിഷയം അദ്ദേഹം ഏറ്റെടുക്കുന്നു. അത് അദ്ദേഹം തന്നെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ നേരത്തെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ അദ്ദേഹം കൊണ്ടുവന്ന വിഷയങ്ങൾ പലതിലും സർക്കാരിന് പിന്നാക്കം പോകേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ആ വാർത്താ സമ്മേളനങ്ങൾ ജനത്തെ വെറുപ്പിച്ചു എന്നൊരു വിലയിരുത്തലിലേക്കാണ് പിന്നീട് കോൺഗ്രസ് എത്തിയത്. പക്ഷേ അത് അന്നത്തെ കോവിഡ് ആയിരുന്നു യഥാർത്ഥത്തിലെ കാരണമെങ്കിലും അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് പിന്നീട് കോൺഗ്രസ് എത്തിയെന്ന് വേണം മനസ്സിലാക്കാം. അങ്ങനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം പിന്നീട് രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കുന്നില്ല. പക്ഷേ അതിലും അദ്ദേഹത്തെ നേരത്തെ അറിയിക്കുകയോ അങ്ങനെ ഒരു ചർച്ച നടത്തുകയോ അദ്ദേഹത്തെ അത് ബോധ്യപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നൊരു പിണക്കം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് സംഭവിക്കുന്നത് എന്താണ്? ഈ വർക്കിംഗ് കമ്മിറ്റി ക്ഷണിതാവ് സ്ഥാനം ലഭിക്കുന്നു. അപ്പോൾ അപ്പോഴും അദ്ദേഹം പറയുന്നത് അവിടെയും താൻ അപമാനിക്കപ്പെട്ടു. 19 വർഷം പിന്നാക്കം പോകേണ്ട ഒരു അവസ്ഥ തനിക്ക് എങ്ങനെയാണ്? അതും അദ്ദേഹം പരസ്യമായി പ്രതികരിച്ചിരുന്നു. പക്ഷേ ഒരു പ്രതികരണത്തിൽ അദ്ദേഹം അത് ഒതുക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത് നൽകിയ അഭിമുഖത്തിലും അദ്ദേഹം പറയുന്നുണ്ട് തന്നോട് അനീതി ചെയ്തിട്ടുണ്ട് പാർട്ടി. ആ അനീതി താൻ സോണിയാഗാന്ധിയോടും രാഹുലിനോടും പറയും എന്നുള്ളതാണ്. ആ കുടുംബവുമായി നെഹ്റു കുടുംബവുമായി രമേശ് ചെന്നിത്തലയ്ക്ക് നല്ല ബന്ധമുണ്ട്. ആ ബന്ധം വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. ഇപ്പോൾ മഹാരാഷ്ട്രയുടെ ചുമതല അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. നമുക്ക് രാഷ്ട്രീയമായി നോക്കുമ്പോൾ ഒരു പരാജയപ്പെട്ട നേതാവും ഇവിടെ വിജയിച്ചു നിൽക്കുന്ന നേതാവും എന്ന നിലയ്ക്ക് വേണമെങ്കിൽ ആ രൂപത്തിൽ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്തേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോൾ വി ഡി സതീശൻ ഇവിടെ ഉപതെരഞ്ഞെടുപ്പുകൾ വിജയിപ്പിക്കുന്നു. അവിടെ രമേശ് ചെന്നിത്തല നേതൃത്വത്തിൽ അത് സംഭവിച്ചിട്ടില്ല. ഇനി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ അതും തുടർ ഭരണത്തിലേക്ക് പിണറായി എത്തുന്ന രൂപത്തിലേക്ക് മാറ്റുകയും ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ ആ രൂപത്തിൽ രമേശ് ചെന്നിത്തല പരാജയപ്പെട്ട നേതാവാണ്. വി ഡി സതീശൻ വിജയിച്ചു നിൽക്കുന്നു. ഇനി സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങാൻ താൻ ഉണ്ടാകില്ല എന്ന് വി ഡി സതീശൻ പറയുന്നു. അതൊരു നല്ല സമീപനമാണ്. ആ സമീപനം എത്രത്തോളം കോൺഗ്രസിൽ പ്രാക്ടിക്കലി പോസിബിൾ ആണ് എന്നുള്ള കാര്യം അറിയില്ല. തിണ്ണ നിരങ്ങിയില്ല എങ്കിലും എല്ലാ സമുദായങ്ങളും വേണമെന്നൊരു വിലയിരുത്തലിലേക്ക് പിന്നീട് എന്തായാലും വി ഡി സതീശൻ എത്തിയിരിക്കുന്നു. നേരത്തെ ഇപ്പോൾ ഘടകകക്ഷിയായിരിക്കുന്ന ലീഗിൻ്റെ പാണക്കാട്
വസതിയിൽ പോലും വി ഡി സതീശൻ പോകുന്നില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പല വിഷയങ്ങളും ചർച്ച ചെയ്യാനും പരിഹരിക്കാനും ഒന്നിച്ചൊരു പാണക്കാട് ഒരു കൂടിച്ചേരലുണ്ടായിരുന്നു. അത് ഉണ്ടായിരുന്നില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ആ പരാതി വി ഡി സതീശൻ പരിഹരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലീഗുമായുള്ള പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു. അതിനുശേഷം ഉപതെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം വിവിധ സമുദായ സംഘടനാ നേതാക്കളുമായിട്ടൊക്കെ നല്ല രൂപത്തിൽ തന്നെ ചർച്ച നടത്തി. മുസ്ലിം സമുദായ സംഘടനകളുമായി നല്ല രൂപത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. പിന്നീട് ക്രിസ്ത്യൻ സമുദായ നേതാക്കളുമായി ക്രിസ്ത്യൻ സമുദായത്തിലെ വിവിധ വിഭാഗങ്ങളുമായി എല്ലാ വിഭാഗങ്ങളുമായി അദ്ദേഹം ചർച്ച നടത്തുന്നു. അവരുടെ പരിപാടികൾ അദ്ദേഹം തുടർച്ചയായി പ്രത്യക്ഷപ്പെടുന്നു. മുനമ്പം വിഷയത്തിൽ നമുക്കറിയാം, സഭ നടത്തിയ പരിപാടിയിൽ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം ബൈബിളിലെ വാചകങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ പൊതുവേ ക്രിസ്ത്യൻ വിഭാഗത്തിൽ സ്വീകാര്യനാകുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ മാരാമൺ കൺവെൻഷനിൽ അദ്ദേഹം ക്ഷണിക്കപ്പെട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കൂ, അതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കോൺഗ്രസിൽ നിന്ന് നഷ്ടപ്പെട്ട ക്രിസ്ത്യൻ വോട്ട് അത് BJPയിലേക്ക് പോയൊരു പശ്ചാത്തലം. അപ്പോൾ അത് തിരിച്ച് എടുക്കുക എന്നൊരു വലിയ ദൗത്യം കൂടിയുണ്ട്. അതുകൂടിയാണ് അതുവഴി നടപ്പാക്കുന്നത്. പക്ഷേ അതൊരു പ്രീണനം എന്ന സ്വഭാവത്തിലേക്ക് വിലയിരുത്താവുന്ന രൂപത്തിലേക്കൊന്നും അത് വന്നിട്ടില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. ഇനി ഇപ്പുറത്ത് വെള്ളാപ്പള്ളി നടേശൻ പലപ്പോഴും കോൺഗ്രസിലെ പ്രധാനപ്പെട്ട പല നേതാക്കളെയും പരാജയപ്പെടുത്താൻ, വി ഡി സതീശനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. VM സുധീരനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി വെള്ളാപ്പള്ളി മുന്നോട്ട് വയ്ക്കുന്ന നേതാവ് പരാജയപ്പെടുന്നു എന്നൊരു ചരിത്രം കൂടിയുണ്ട്. അപ്പോൾ വെള്ളാപ്പള്ളി ഇങ്ങോട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് നല്ലതാണോ ദോഷമാണോ എന്നൊരു വിലയിരുത്തൽ കൂടി നടത്തേണ്ടി വരും. അപ്പുറത്ത് NSSുമായുള്ള പിണക്കം മാറുന്നുവെങ്കിൽ നല്ല കാര്യം. അത് എല്ലാവരോടും പിണങ്ങി നിൽക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. അതാണിപ്പോൾ പരസ്യമായിട്ട് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടിരിക്കുന്ന കാര്യം. പക്ഷേ അദ്ദേഹം ഇവിടെ തുടർച്ചയായി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. അദ്ദേഹം വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. നമ്മൾ കൃത്യമായി നോക്കുകയാണെങ്കിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് കെ സുധാകരനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തുന്ന കെ സുധാകരൻ നല്ല നേതാവാണ്, അദ്ദേഹം മാറേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. അതേസമയം ചർച്ചകൾ നടക്കുന്നില്ല എന്നും പറയുന്നു. അങ്ങനെ പരസ്പര വിരുദ്ധമായ ഒരു കാര്യം അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതുകൂടാതെ സരിനുമായി ബന്ധപ്പെട്ട് നല്ല ചെറുപ്പക്കാരനാണെന്ന് പറയുന്നു. അതൊന്നും അവിടെ ആ സമയത്ത് പറയേണ്ട കാര്യമില്ല. സരിൻ അപ്പോൾ വലിയ രാഷ്ട്രീയ എതിരാളിയായി അപ്പുറത്ത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത്തരം പ്രതികരണങ്ങൾ ഒരു ഘട്ടത്തിൽ ആ തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയിട്ടുണ്ട്. നമ്മൾ ഏറ്റവും ഒടുവിൽ KC വേണുഗോപാലിൻ്റെ പ്രതികരണമായി കണ്ടത് ഏത് മുതിർന്ന നേതാവായാലും ചെറിയ നേതാവായാലും പരസ്യ പ്രതികരണങ്ങൾ വേണ്ട എന്ന് പറയുന്നത് ചെന്നിത്തലയുടെ പ്രതികരണത്തെയാണ്. അപ്പോൾ ഇപ്പോൾ ഏതായാലും രമേശ് ചെന്നിത്തല ആ രൂപത്തിൽ ഏതെങ്കിലും നേതാവിനെ അപമാനിക്കുന്ന പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ അദ്ദേഹം പ്രസക്തി കൂട്ടുമ്പോൾ അപ്പുറത്ത് താൻ പലപ്പോഴും മാറ്റി നിർത്തപ്പെട്ടു, തനിക്ക് കിട്ടേണ്ട പരിഗണന പലപ്പോഴും ലഭിച്ചിട്ടില്ല എന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. അത് ഒരു തരത്തിൽ ശരിയാണ്. പ്രതിപക്ഷ നേതൃസ്ഥാനത്തു നിന്നും മാറ്റിയതും പിന്നീട് വർക്കിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന് പൊസിഷൻ കൃത്യമായി കൊടുക്കാതിരുന്നൊക്കെ അദ്ദേഹത്തെ അപമാനിക്കലായി അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. അതെന്തായാലും പാർട്ടിയോട് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് പാർട്ടി പറയുന്നത് അദ്ദേഹം അനുസരിച്ചിട്ടുമുണ്ട്. പിന്നീട് പാർട്ടിക്കെതിരെ സ്ഥിരമായി പറഞ്ഞു നടക്കുന്ന ഒരു രീതി അദ്ദേഹത്തിനില്ല. പക്ഷേ ആ പ്രതികരണം അവിടെ നിൽക്കുന്നു. അപ്പോൾ തന്നോട് അനീതിയുണ്ട് എന്നുള്ള കാര്യം ഈ ഘട്ടത്തിലും ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ആ അനീതി പരിഹരിക്കാനുള്ള സമയമായി എന്ന് അദ്ദേഹം പാർട്ടിയെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി അവിടെ നിൽക്കുന്നു. അപ്പുറത്താകട്ടെ വി ഡി സതീശിൻ്റെ ചില പ്രതികരണങ്ങൾ സംസ്ഥാനത്തെ പല കോൺഗ്രസ് നേതാക്കൾക്കും അത്ര പിടിക്കുന്നില്ല എന്നൊരു കാര്യം കൂടി അവിടെ നിൽക്കുന്നു. പല മുതിർന്ന നേതാക്കൾക്കും അദ്ദേഹത്തിനൊരു ധാർഷ്ട്യത്തിൻ്റെ സ്വഭാവമുണ്ട് എന്ന വിമർശനം പല കോണിൽ നിന്നും ഉയരുന്നു. പക്ഷേ യുവാക്കളുടെ പിന്തുണ വി ഡി സതീശനുണ്ട്. വി ഡി സതീശൻ വന്ന ശേഷമാണ് കൂടുതൽ യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകുന്ന രൂപത്തിലേക്കൊക്കെ മാറിയിരിക്കുന്നത്. അല്ലെങ്കിൽ ആ രൂപത്തിലേക്ക് പാർട്ടി എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കാരണം മുതിർന്ന നേതാക്കൾ കഴിഞ്ഞിട്ട് യുവ നേതാക്കൾക്ക് എത്തുന്നേ ഇല്ലായിരുന്നല്ലോ. മുതിർന്ന നേതാക്കൾ എല്ലാ കാലത്തും മുതിർന്ന നേതാക്കളിൽ തന്നെ നിൽക്കുന്ന ഒരു കാലമായിരുന്നു കോൺഗ്രസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പ്രവണത മാറുമ്പോൾ യുവാക്കളുടെ ഒരു പിന്തുണ വി ഡി സതീശനുണ്ട്. ഇനിയുള്ള ഒരു വർഷക്കാലം എന്നുള്ളത് ഏതൊക്കെ തരത്തിലുള്ള പ്രതികരണങ്ങളിലൂടെ ഏതൊക്കെ തരത്തിലുള്ള അവകാശവാദങ്ങളിലൂടെ കോൺഗ്രസ് പോകുമെന്നുള്ള കാര്യം നമുക്കിപ്പോഴേ പ്രവചിക്കാനാകും. അതിനിടയ്ക്കാണ് ഈ സമുദായ സംഘടനകളുടെ പിന്തുണ വന്നിരിക്കുന്നു എന്നുള്ളത്. ഏതായാലും ഈ പാർട്ടി അവഗണിച്ചു എന്ന് പറയുമ്പോഴും 26-ാം വയസ്സിൽ MLA ആകുന്നു, 28 വയസ്സിൽ മന്ത്രിയാകുന്നു, 5 തവണ MLA ആകുന്നു, 4 തവണ ലോക്സഭയിലേക്ക് പോകുന്നു, KPCC പ്രസിഡന്റ് സ്ഥാനം 9 വർഷം അദ്ദേഹം വഹിക്കുന്നു. അങ്ങനെ എല്ലാ സ്ഥാനങ്ങളും ലഭിച്ചു, പക്ഷെ മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചില്ല. അപ്പൊ കിട്ടാത്ത ആ സ്ഥാനം ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തിന് യോഗ്യനാണെന്നാണ്. അതെ, അതുകൂടിയേ ബാക്കിയുള്ളൂ. അപ്പൊ അതുകൂടി തന്ന് ആ വട്ടം ഒന്ന് പൂർത്തിയാക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. പക്ഷെ ആ ആഗ്രഹം എത്രത്തോളം നടപ്പാകും? കാരണം ഇപ്പോൾ കൂടുതൽ പ്രവർത്തിച്ച് കാണിക്കുന്ന നേതാക്കൾ അങ്ങനെ അഹോരാത്രം അത് പ്രവർത്തിച്ച് കാണിക്കുന്നു, അതിൻ്റെ റിസൾട്ട് ഉണ്ടാകുന്നു. അങ്ങനെ റിസൾട്ട് ഉണ്ടാക്കാൻ പ്രവർത്തിക്കുന്നവരാണ് ഇപ്പോൾ വേണ്ടത്. നോക്കിപ്പോൾ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് പോലും KC വേണുഗോപാൽ പറഞ്ഞ് നമ്മൾ കേട്ടതല്ലേ, പുനഃസംഘടന ഇപ്പോഴില്ല. അത് ഇല്ല എന്നുള്ളതുകൊണ്ടല്ല, പുനഃസംഘടന പെട്ടെന്നുണ്ടാകും, ചിലപ്പോൾ പെട്ടെന്നായിരിക്കും പ്രസിഡന്റിനെ മാറ്റുകയൊക്കെ ചെയ്യുക. പക്ഷേ അത്തരം ചർച്ചകൾ പാർട്ടി ആഗ്രഹിക്കുന്നില്ല. പാർട്ടിയെ സംബന്ധിച്ചിപ്പോൾ ഒറ്റക്കെട്ടായി എങ്ങനെ ഭരണത്തിലേക്ക് എത്താം എന്നുള്ള ചർച്ചകൾ മാത്രമേ പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ. കോൺഗ്രസ് ആണ് പാർട്ടി,
എത്രത്തോളം നേതാക്കളെ അനുസരിക്കുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഭരണവിരുദ്ധ വികാരം കൊണ്ട് ജയിച്ചു കയറാം എന്ന ഒരു തോന്നൽ ഏതായാലും ഇനി കോൺഗ്രസ് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഒരു തോന്നൽ നിന്നിരുന്ന ഒരു കാലം. ഇനി അത് പോരാ, പ്രവർത്തനം വേണമെന്നുള്ള അവർ മനസ്സിലാക്കിയിട്ട് ഉപതെരഞ്ഞെടുപ്പിലും അതിനനുസരിച്ച് അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഒരു വർഷം പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ അപ്പുറത്ത് നന്നായി ചിരിച്ചതൊക്കെ കണ്ട് കൈകൊട്ടി ചിരിച്ചിരിക്കുന്നവർ മൂന്നാം തവണയും അധികാരത്തിൽ വരാൻ കാത്തിരിക്കുന്നു എന്ന കാര്യം കോൺഗ്രസ് ഓർത്താൻ നല്ലത്. പ്രസക്തി ഇപ്പോൾ തൽക്കാലം രമേശ് ചെന്നിത്തല കൂട്ടിയിരിക്കുന്നു. ആ പ്രസക്തി ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്നുള്ളത് കാലം തെളിയിക്കും. Meet the editors.